പോകുമ്പോഴത്തേക്ക് 10,000 തന്നു. ഓ ആയിക്കോട്ടെ. വോയിസിലാണ് ഇപ്പം നമ്മളിത് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതാ നോക്കി. ഇതാണ് 3 ടൺ ഭാരമുള്ള ഓഡ് എൻഡവറിൻ്റെ എല്ലാ സൈഡിലും നോക്കാം. അതാ മലി. ഇതിപ്പം ഇത് ഏത് സൈസാണ്? എത്ര? ഇതിൽ മറ്റൊരു പ്രത്യേകതയാണ് ഇതിന്റെ, അതായത് ഈസി അത്രയും ഹൈറ്റിൽ സോക്പിറ്റ് നിൽക്കണം. സെപ്റ്റിക് ടാങ്ക് നമ്മുടെ ചാനലിൽ ഇതുവരെ കാണിച്ചിട്ടില്ലാത്ത വീഡിയോ ആണ് സെപ്റ്റിക് ടാങ്കിനെ കുറിച്ച്. ഞാൻ മുന്നേ ഒരു വാട്ടർ ടാങ്കിൻ്റെ വീഡിയോ ചെയ്തിരുന്നു, ബ്ലോ മോൾഡിംഗ് ടെക്നോളജിയിൽ ചെയ്തിരിക്കുന്ന വാട്ടർ ടാങ്കിൻ്റെ. അത് ഏതാണെന്ന് നിങ്ങൾക്കറിയാം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ കേരളത്തിൽ, ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഉള്ള, ഇത് വെച്ച് അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 5-6 അല്ല അതിന് മേളിൽ ഒരു വെയിറ്റ് ഉള്ള ഒരു ഹെവി വെയിറ്റ് സാധനമാണ്. ഇത് വെച്ച് അടിച്ചാൽ പൊട്ടാത്ത എന്ന് പറയാൻ വിശ്വസിക്കത്തില്ല. പക്ഷേ പൊട്ടാത്ത ആ സാധനം തെറിച്ച് വെളിയിൽ പോയെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലത്തെ ഒരു പ്രൊഡക്റ്റാണ്. ഞാൻ ജയശങ്കർ, ഹോം ആൻഡ് കമേഴ്ഷ്യൽ ഇന്ത്യയുടെ കൺസൾട്ടൻറ്റ്. ഡോക്ടറിൻ്റെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ സ്ഥലത്താണ് കേട്ടോ, ഈ ടാങ്കിൻ്റെ ഇവിടെയാണ് അടിച്ച് പൊട്ടിക്കാൻ ശ്രമിച്ചത്. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്നു ചേട്ടാ. യെസ്, വീണ്ടും സ്വാഗതം. അന്ന് നമ്മൾ വാട്ടർ ടാങ്കിൻ്റെ ആയിരുന്നു. അതെ, HDPE സെൽഫ് ക്ലീൻ വാട്ടർ ടാങ്ക്, ഓട്ടോ ക്ലീൻ വാട്ടർ ടാങ്ക്. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഇതിൻ്റെ പേര് ബ്ലാക്ക് പാന്തർ സെപ്റ്റിക് ടാങ്ക്. യഥാർത്ഥത്തിൽ നമ്മുടെ ചാനൽ ഇതുവരെ ഞാൻ സെപ്റ്റിക് ടാങ്ക് ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് പറഞ്ഞാട്ടെ. അതായത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് ഏറ്റവും ഒരു പ്രശ്നം, നമ്മളിപ്പോൾ ഓട്ടോ ക്ലീൻ വാട്ടർ ടാങ്ക് കൊണ്ടുവന്നു, അപ്പോഴൊക്കെ നമ്മൾ അതിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് വെള്ളമൊക്കെ ചെക്ക് ചെയ്തപ്പോഴാണ് ഈ വെള്ളമൊന്നും ശുദ്ധമല്ല എന്നുള്ളൊരു സത്യം. വാട്ടർ കണ്ടാമിനേഷൻ വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് എന്താണ് അതിൻ്റെ കാരണം. അപ്പോൾ 73% വെള്ളവും നമ്മുടെ ഇന്ത്യയിലും അതെ കേരളത്തിലും അതെ അശുദ്ധമാണ്, നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ളതാണ്. അതിൻ്റെ മേജർ റീസൺസിലൊന്നാണ് ഇക്കോളി ബാക്ടീരിയകളൊക്കെ ആയിട്ട് വരുന്നത്. അത് ഈ സെപ്റ്റി ടാങ്കുകൾ നല്ല സെപ്റ്റി ടാങ്കുകൾ അല്ലാത്തത് കൊണ്ടാണ് നമുക്ക് വരുന്നത്. കാരണം പണ്ട് നമ്മൾ ഈ ഒരു കുഴി കുത്തിയിട്ടൊക്കെയാണ്, സെപ്റ്റി ടാങ്ക് ഉണ്ടായിരുന്നില്ല പണ്ട് കാലത്ത്. പക്ഷെ ഇന്ന് സെപ്റ്റി ടാങ്കുകൾ വെക്കുന്നുണ്ടെങ്കിലും അതേ അവസ്ഥ തന്നെയാണ് നിലനിൽക്കുന്നത്. ലീക്കേജ് ആണോ ഉദ്ദേശിച്ചത്? ലീക്കേജ്. നമ്മൾ ആരും ശ്രദ്ധിക്കാത്തൊരു വിഷയമാണ്. സെപ്റ്റി ടാങ്കിന് ലീക്കേജ് ഉണ്ടെങ്കിലും നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതായത് നമ്മളാരും ഇത് ഓപ്പൺ ചെയ്ത് നോക്കില്ല. കാരണം നമ്മുടെ ടോയ്ലറ്റിലേക്ക് ഒന്നും ഇതിൻ്റെ ഇമ്പാക്റ്റ് വരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളാരും ഇത് അറിയില്ല. സെപ്റ്റി ടാങ്ക് ലീക്ക് ഉണ്ടെങ്കിൽ അത് മഴക്കാലത്ത് നമ്മുടെ കിണറ്റിലേക്ക് വന്നിട്ട് നമ്മുടെ കിണർ അശുദ്ധമാവും. നമ്മുടെ ഒരു കിണർ അശുദ്ധമായാലും നമ്മുടെ മാത്രമല്ല, ചുറ്റുമുള്ള കിണറുകൾ. കാരണം നമ്മളിപ്പോൾ മഴവെള്ളം പെയ്തിട്ടൊന്നുമല്ലോ കിണർ നിറയുന്നത്, അങ്ങനെയൊന്നുമല്ലല്ലോ. അപ്പോൾ അണ്ടർഗ്രൗണ്ട് വാട്ടറിൻ്റെ ഇതിലാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ വലിയൊരു വിഷയമാണ്. നമ്മളാരും, നമ്മുടെ ഗവൺമെൻറ് പോലും വലിയ രീതിയിൽ അറ്റൻഡ് ചെയ്യേണ്ട ഒരു വിഷയമാണിത്. പ്രത്യേകിച്ച് ഇപ്പോൾ കോൺക്രീറ്റ് സെപ്റ്റി ടാങ്കൊക്കെയാണ് നമുക്കുള്ളത്. ഇതെങ്ങനെയാണ്, ഇതെന്താണ് മെറ്റീരിയൽ, ഇതെങ്ങനെ ഉണ്ടാക്കുന്നു? ഇത് നമ്മുടെ ബ്ലോ മോൾഡിംഗ് ടെക്നോളജിയാണ്. ഇതും ബ്ലോ മോൾഡിംഗ് ആണ്. അപ്പോൾ അത് ആ ബ്ലോ മോൾഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിന് എവിടെയും പാർട്ടി ഇത് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ക്രാക്കോ ലീക്കോ ഒരു കാലത്തും ഉണ്ടാവില്ല. അതാണ് നമ്മൾ തല്ലി കാണിച്ചത്. അതെ, അടിച്ച് പൊട്ടിക്കാൻ ശ്രമിച്ചു. എല്ലാ സെപ്റ്റി ടാങ്കിലും ഈ ചേംബറുകളാണ് വരുന്നത്. നമ്മുടെ പാർട്ടീഷൻ വരുന്നത് അകത്താണ്. ഇതൊരൊറ്റ സ്ട്രക്ചറാണ്. അതുകൊണ്ട് തന്നെ ഒരു കാലത്തും ക്രാക്കോ ലീക്കോ ഇതിന് സംഭവിക്കില്ല. അതിലൂടെ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം നമ്മളിത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ പല സൈസുകളും ഒക്കെയാണ് അവൈലബിൾ ആയിട്ട് നോർമലി. ഇതിപ്പം ഇത് ഏത് സൈസാണ്? എത്ര? ഇതിൽ സെപ്റ്റി ടാങ്കിൽ നമ്മൾ ഫ്ലഷ് കപ്പാസിറ്റി ആണ് പറയാം. അതായത് ഒരു തവണ ഫ്ലഷ് ചെയ്യുന്ന, അങ്ങനെ ഇതിൽ 35 ഫ്ലഷ് ആണ്. അതായത് ഒരു ദിവസം ആവറേജ് 35, ഈ പ്രൊഡക്റ്റ് 35 ഫ്ലഷ് ആവറേജ്. അതായത് നമ്മുടെ ഒരു സാധാരണ ഫാമിലിക്കൊക്കെ യൂസ് ചെയ്യാവുന്ന ഒരു കപ്പാസിറ്റിയാണ് ഇത് വരുന്നത്. അതിൽ 2 സൈസ് കൂടി ഇതിൽ അതിൻ്റെ തൊട്ട് താഴെയുള്ളതുണ്ട്. ചെറിയ ഫാമിലിക്ക് ഉപയോഗിക്കാവുന്ന സൈസാണ്. അതാണ് 25-30 എന്ന് പറയുന്നത്. ഇത് 35-40 എന്ന് പറയുന്ന കപ്പാസിറ്റിയിലാണ് വരുന്നത്. ഇതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഇപ്പം നോർമലി ഏതൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ സ്ട്രെങ്ത് കൊടുക്കുന്ന മെറ്റീരിയൽ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അതിൻ്റെ സ്ട്രെങ്ത് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HDP മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ വാട്ടർ ടാങ്ക് നമ്മൾ മുകളിൽ നിന്ന് വെള്ളത്തോട് കൂടി ഇടുന്ന അതേ മെറ്റീരിയൽ. പക്ഷേ ഇതിൽ എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഈ ബ്ലാക്ക് ഇതിൽ ആഡ് ചെയ്യുന്നത്, നമ്മളിപ്പോൾ ടയറൊക്കെ, നമ്മുടെ കാറിൻ്റെ ടയറൊക്കെ ആണെങ്കിൽ റബ്ബർ ഒന്നല്ലെങ്കിൽ വൈറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ബ്രൗൺ ആയിരിക്കും. പക്ഷെ ടയർ വരുന്നത് ബ്ലാക്ക് ആണ്. അത് ബ്ലാക്ക് കളർ എന്ന് പറഞ്ഞാൽ കളർ ആഡ് ചെയ്യുന്നതല്ല, അത് ആക്ച്വലി കാർബൺ പോളിമർ ടെക്നോളജിയാണ്. ഇതാണോ മെറ്റീരിയൽ? അതെ. ഈ കാർബൺ പോളിമർ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ
അതായത് ഒരു ഗ്രാന്യൂൾസ് ആണ് കേട്ടോ. അതെ അതെ. നമുക്കിത് ഒരു പയർമണിയുടെ വലിപ്പത്തിലുള്ള അല്ലെങ്കിൽ ഒരുപക്ഷെ അതിലും ചെറിയ കുഞ്ഞു. ഇത് ജർമ്മനിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന മെറ്റീരിയലാണ്. ഇതാണോ ഈ സാധനത്തിന്റെ? അതെ അതെ. ഇതിന്റെ സ്ട്രെങ്ത്, അതായത് ഇപ്പോൾ ഈ ടയർ, നമ്മൾ ഈ ടയർ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇത് വൈറ്റ് ടയർ ആയിരിക്കണം. അതെ. പക്ഷേ ഈ കാർബൺ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഇതിന് ഇത്രയും സ്ട്രെങ്ത് കൊണ്ടുവരുന്നത്. ഇപ്പോൾ നമ്മുടെ കോസ്റ്റ്ലി ആയിട്ടുള്ള കാറുകൾ, ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള കാറുകൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബോഡി പോലും ഈ കാർബൺ ടെക്നോളജി കാർബൺ പോളിമർ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്, അതിൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇരുമ്പിനേക്കാളും സ്ട്രെങ്ത് ഉള്ളതാണ്. ഓക്കെ. അപ്പോൾ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇതിൻ്റെ വെയിറ്റ് നോർമലി നമുക്കിതൊരാൾക്ക് പൊക്കാൻ പറ്റുന്ന രീതിയിലുള്ള വെയിറ്റ്? അതെ അതെ. മറ്റൊരു പ്രത്യേകതയാണ് ഇതിൻ്റെ, അതായത് ഈസി ഹാൻഡ്ലിങ്. നമുക്ക് ഒരു കൈ കൊണ്ട് 2 പേരുണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് പോകാം. അതെ അതെ അതെ. നമ്മൾ വെയിറ്റ് കുറച്ചിട്ട്, ഈ കാർബൺ പോളിമർ ടെക്നോളജി എന്ന് പറഞ്ഞാൽ വെയിറ്റ് കുറച്ചിട്ട് സ്ട്രെങ്ത് കൂട്ടുകയാണ്. ശരി. ആ രീതിയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈസി ഹാൻഡ്ലിംഗ് ആണ്. മറ്റൊരു സെപ്റ്റി ടാങ്ക് ഒരു വണ്ടിയിലൊക്കെ കൊണ്ടുവന്ന് കുറേ പേര് പിടിച്ച് വളരെ സൂക്ഷിച്ച് കൊണ്ടുപോകണം. ഇത് നമുക്ക് എവിടെ വേണമെങ്കിൽ വലിച്ചെറിയാം. ഏത് ഇപ്പോൾ ചെറിയ സ്ഥലമുള്ളെങ്കിൽ അതിലെ തിരിച്ചോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് തട്ടിയിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇപ്പോൾ കോൺക്രീറ്റ് സെപ്റ്റി ടാങ്കിൽ എടുത്ത ഒരു വലിയൊരു ഡ്രോബാക്ക് ഞാൻ പറയാം, ഒരു പ്രാവശ്യം നമ്മൾ വൺസിൻ്റെ വയിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, അതിനും പറ്റിയ വലിയ സംഗതികളൊക്കെ കൊണ്ട് ഉയർത്തിയെടുക്കാനായിട്ട് സൈഡിലൊന്നും സ്ഥലം ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാവും. അങ്ങനെയുള്ളിടത്ത് ഇതൊരു വലിയ സൊല്യൂഷൻ തന്നെ. അതെ അതെ. പിന്നെ ഈ കോൺക്രീറ്റ് സെപ്റ്റി ടാങ്കിന്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രണ്ടാമത്തെ ഒരു വിഷയമാണ് മരത്തിന്റെ വേരുകൾ. ഈ നമ്മൾ വെള്ളം നിൽക്കുന്ന എപ്പോഴും നമ്മൾ ഒരു മാൻ ഹോൾ തുറന്നു കഴിഞ്ഞാൽ അവിടെ മരത്തിന്റെ വേരുണ്ടാവും. എന്ന പോലെ സെപ്റ്റി ടാങ്ക് നിങ്ങൾ ഒരിക്കലും ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ 24 മണിക്കൂറും 365 ദിവസവും അതിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ അവിടേക്ക് എത്ര ദൂരത്തു നിന്നായാലും മരത്തിന്റെ വേര് അവിടെ എത്തും. അതെ. ഈ മരത്തിന്റെ വേരെത്തി കഴിഞ്ഞാൽ കോൺക്രീറ്റിന്റെ സെപ്റ്റി ടാങ്കുകളിൽ അതൊരു പാട പോലെ പിടിച്ചിട്ട് അതിനെ അടർത്തി കളയും. അപ്പോൾ അവിടെ നിന്ന് ഇത് നമ്മുടെ ടോയ്ലറ്റിലേക്ക്, ഞാൻ വീണ്ടും പറഞ്ഞല്ലോ, ടോയ്ലറ്റിൽ നമുക്കിത് ഒരിക്കലും അറിയാൻ പറ്റില്ല. ഇത് ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ കിണറുകൾ, നമ്മുടെ കേരളത്തിലുള്ള ഒരുവിധം കിണറുകളൊക്കെ ഇക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യമുള്ള കിണറുകളാണ്. ഇതുപോലെ തന്നെയാണ് പ്ലാസ്റ്റിക്കിലേക്ക് വന്നു കഴിഞ്ഞാലും. ഇപ്പോൾ നമ്മുടെ ഈ ബ്ലോ മോൾഡിംഗ് ടെക്നോളജിയിലല്ലാത്ത നോർമൽ പ്ലാസ്റ്റിക് ടാങ്കുകൾ പാർട്ടീഷൻസ് പുറത്തുനിന്നാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു വി ഷേപ്പ് പോലെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ അകത്തും ഈ വേര് വന്നു കഴിഞ്ഞാൽ വേര് അതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞിട്ട് വേര് വണ്ണം വയ്ക്കുമ്പോൾ അതിനെ പതുക്കെ അകത്തി കൊടുക്കും. അപ്പോൾ അവിടെയും ഈ മെറ്റീരിയൽ ലീക്കേജ് വന്നു കഴിഞ്ഞാൽ എഗെയിൻ നമ്മുടെ ടോയ്ലറ്റ്സ് ഒക്കെ വൃത്തിയായിരിക്കും, അവിടേക്കൊന്നും ഒരു എഫക്റ്റും വരില്ല. പക്ഷേ ഇതുപോലെ ഭൂമിയിലേക്ക് വന്നിട്ട് പ്രശ്നങ്ങൾ നമ്മൾ അറിയില്ല. അവിടെയാണ് സെൽസർ പോളിമേഴ്സ് ആദ്യമായിട്ട് ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അത് ജനങ്ങൾ ബോധവാന്മാരാവണം അതിനെക്കുറിച്ചിട്ട്. ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കാം, നമ്മളിത് വെക്കുമ്പോഴത്തേക്ക് നോർമലി നമ്മൾ ബാക്കിയുള്ളത് വെക്കുന്നതും പലർക്കും സംശയമാണ് എങ്ങനെ ചെയ്യണമെന്നുള്ളത്. ഇതെങ്ങനെ നമ്മൾ ഫിക്സ് ചെയ്യണം? സെപ്റ്റി ടാങ്ക് വെക്കുമ്പോൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വലിയൊരു കുഴി എടുത്തിട്ട് അതിൽ താത്തി വെക്കും. സെപ്റ്റി ടാങ്ക് എപ്പോഴും മാക്സിമം നമ്മുടെ ഒരു ക്ലോസറ്റിൽ നിന്ന് മിനിമം ഒരു സ്ലോപ്പ് കൊണ്ടുവന്നിട്ട് ആ ഹൈറ്റിൽ വേണം സെപ്റ്റി ടാങ്ക് വെക്കാനായിട്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഇൻലെറ്റിൽ ഒരു ഡ്രോപ്പ് വെള്ളം വന്നു കഴിഞ്ഞാൽ ഒരു ഡ്രോപ്പ് വെള്ളം ഔട്ട്ലെറ്റിലൂടെ പോകണം. ആ ഔട്ട് പോകുന്നതാണ് നമ്മൾ സോക്ക് പിറ്റിലേക്ക് കൊടുക്കുക. നമ്മുടെ സോക്ക് പിറ്റ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ സോക്ക് പിറ്റും നമ്മുടെ അൺബ്രേക്കബിൾ ആണ്. ഇതുപോലെ തന്നെ ഈ ഞാൻ പറയുന്നത്, ഈ സോക്ക് പിറ്റിലേക്ക് പോകണമെങ്കിൽ അത്രയും ഹൈറ്റിൽ ഈ സോക്ക് പിറ്റ് നിൽക്കണം. അല്ലെങ്കിൽ മഴക്കാലത്ത് ഇതിൻ്റെ മുകളിൽ വെള്ളം നിന്ന് കഴിഞ്ഞാൽ സെപ്റ്റി ടാങ്കിന്റെ ഫംഗ്ഷൻ നടക്കില്ല. അപ്പോൾ ഇവിടെയും നമ്മൾ കോൺക്രീറ്റിന്റെ ആണ് ഇപ്പോൾ അധികം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതുപോലെ അത് ഇടിഞ്ഞു പോയിട്ട് മണ്ണ് ബ്ലോക്കായി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഈ ഫംഗ്ഷൻസ് നടക്കില്ല, നമ്മൾ അറിയുന്നില്ല. പക്ഷേ സെപ്റ്റി ടാങ്കിൽ നിന്ന് ഔട്ട് വെള്ളം വരുന്നുണ്ടാവില്ല. അപ്പോൾ ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയ ലാഭം നോക്കിയിട്ടാണ് നമ്മൾ കോൺക്രീറ്റിന്റെ സോക്ക് പിറ്റ് വാങ്ങിച്ചു വയ്ക്കുന്നത്. പക്ഷേ ഇത് സെൽസറിന്റെ ഈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് ആണ്. വൺസ് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് നോക്കണം. അത്രേ ഉള്ളൂ. ഇതിൽ എപ്പോഴും പറയുന്ന ഒരു സംഗതി, നമ്മൾ ഏതൊരു സാധനം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോഴും ഇവർ പറഞ്ഞായിരുന്നു അൺബ്രേക്കബിൾ ആണ്. ഇത്തവണ അങ്ങനെ വല്ലതും കൊടുക്കാനുണ്ടോ? അൺബ്രേക്കബിൾ ആണ്. നമുക്കത് എങ്ങനെ, ഞാൻ പറഞ്ഞു, പ്രത്യേകിച്ച് ഇതിൽ ഈ ഞങ്ങളുടെ ഈ ബ്ലാക്ക് സെപ്റ്റി ടാങ്കിൽ കാർബൺ പോളിമർ ടെക്നോളജിയാണ്. ടയറിന്റെ സ്ട്രെങ്ത് ആണ്. എങ്ങനെ അടിച്ചാലും എത്ര അടിച്ചാലും അത് പൊട്ടിക്കാനായിട്ട് പറ്റില്ല. 10,000 രൂപ കൊടുക്കും. 10,000 ഉറപ്പായിട്ടും 10,000 തരാം. ഓക്കെ, ഒരു പ്രാവശ്യം നമുക്ക് ശ്രമിച്ചു നോക്കാം. ഒറ്റ പ്രാവശ്യം നിങ്ങൾ പോകുമ്പോഴത്തേക്ക് 10,000 പറഞ്ഞു. ഓ ആയിക്കോട്ടെ, ഉറപ്പായിട്ടും. ഇതിനപ്പുറം ഇതിലെനിക്കിത് ഉയർത്താൻ പറ്റത്തില്ല. ഇതാ അടുത്ത് വായു, ഇവിടെയാണ് അടിച്ച പാട് കേട്ടോ. നിങ്ങൾക്ക് വന്ന് നോക്കാം. ഇതിൻ്റെ ഈ ചിറ്റികയുടെ പാട് ഒന്ന് വൃത്തിയായിട്ടൊന്ന് ഉരച്ച് കഴിഞ്ഞാൽ എനിക്ക് വന്ന വെള്ളം തൊട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാറും. ഇത്ര തന്നെ ഉള്ളൂ. ഇതാണ് ഈ പ്രോഡക്റ്റ്. ഇതിൽ പലപ്പോഴും പലർക്കും ചില സംശയങ്ങൾ വന്നു, വെയിറ്റ് ഉള്ളൂ എന്നാൽ പിന്നെ റേറ്റ് കുറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞ ആ പ്രൊഡക്റ്റാണ് ഇതിൻ്റെ റേറ്റും വെയിറ്റും സ്ട്രെങ്തും കൊടുക്കുന്നത്. ഇപ്പോൾ ഇത്രയും വലിയ കാറുകൾക്ക് ഉപയോഗിക്കുന്ന ടെക്നോളജിയാണ്. അതിന് റേറ്റ് കൂടുതലാണല്ലോ. എത്രയോ കോടികൾ കൂടുന്ന
കാറിന് ഇരുമ്പിന് പകരം ഉപയോഗിക്കുന്നതാണ് കാർബൺ പോളിമർ ടെക്നോളജിയുള്ള മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് വെയിറ്റ് കുറവായിരിക്കും. വെയിറ്റ് വെച്ചിട്ടല്ല കമ്പയർ ചെയ്യേണ്ടത്, ഇതിൻ്റെ സ്ട്രെങ്ത്ത് നമുക്ക് അത്രയും കോസ്റ്റ്ലിയാണ്. കാർബൺ പോളിമർ ടെക്നോളജിയിലേക്ക് വരുമ്പോൾ നമുക്ക് കോസ്റ്റ് കൂടുകയാണ് ചെയ്യുന്നത്. ആ ടെക്നോളജി വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് വീണ്ടും പറയുന്നു, ഇത് വന്ന് അടിച്ചു പൊട്ടിക്കുന്നവർക്ക് 10,000 രൂപ ക്യാഷ് പ്രൈസ് ഇവിടെ തരുന്നതായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ആരെങ്കിലും വന്നോ പൊട്ടിച്ചോ വന്ന്? അത് പൊട്ടിക്കാൻ സാധിക്കില്ല. നമ്മുടെ കഴിവല്ല, മെറ്റീരിയലിൻ്റെ കഴിവാണ്. അതെ, ഒരൊറ്റ കാര്യം ഞാൻ ചോദിക്കാം. എനിക്കറിയാം, നിങ്ങളിതിൻ്റെ മാനുഫാക്ചറാണ്. മാനുഫാക്ചർക്ക് ഒരു റേറ്റ് പറയുക എന്ന് പറഞ്ഞാൽ അതിനൊരു പരിധി ഉണ്ടെന്നറിയാം. എങ്കിലും നമ്മുടെ കാണുന്ന ആൾക്കാർക്കായിട്ട് ഒരു ഡീലർ പോയിന്റിൽ നിന്ന് എത്ര രൂപയൊക്കെ ഏകദേശം വരുമായിരിക്കും? നമ്മൾ ഇത്ര കോസ്റ്റ് വരുന്നുണ്ടെങ്കിലും വളരെ മിനിമൽ മാർജിൻ ഇട്ടിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരു ബിലോ 20,000 ആണ് നമ്മുടെ റേറ്റ് വരുന്നത്. അതെ, ഓക്കെ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഇനി ഞങ്ങൾ കാണിക്കാൻ പോകുന്ന ഒരു ഉപോത്ബലകമായ തെളിവായിട്ട് നിങ്ങൾ കാണരുത്. പക്ഷേ ഒരു സാധാരണക്കാരൻ കാണുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പാകത്തിനുള്ള 1-2 പരീക്ഷണങ്ങൾ നമുക്ക് കാണിക്കും. അത് ഇതിനകത്ത് നിങ്ങൾ ആദ്യത്തെ പോയിന്റിൽ കണ്ടിട്ടുണ്ടാവും, പക്ഷേ വേറെ ലെവലായിരിക്കും. അപ്പോൾ ചേട്ടാ, നമ്മുടെ ഫോർഡ് എൻഡവർ 3 ടൺ ഭാരമുള്ള ഫോർഡ് എൻഡവർ ആണ് ഇതിന്റെ മേളിൽ കൂടെ കയറാൻ പോകുന്നത്. ഓൺ വോയിസിലാണ് ഇപ്പം നമ്മളിത് എടുത്തുകൊണ്ടിരിക്കുന്നത്. നോക്കിയോ, ഇത് പൊട്ടിയോ എന്നാണ് നമുക്കറിയേണ്ടത്. ഇതാ ഇങ്ങോട്ട് വന്നോ, എടുത്തു പോയി നോക്കിയോ. ഇതാണ് 3 ടൺ ഭാരമുള്ള ഫോർഡ് എൻഡവറിൻ്റെ കാറാണ് ഇതിൻ്റെ മേളിൽ കൂടെ കയറിപ്പോയിരിക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, നമ്മളിപ്പോൾ ഏതൊരു സാധനം കാണിച്ചു കൊടുക്കാനായിട്ട് ഒരാളിലോട്ട് പെട്ടെന്ന് എത്തിക്കാനായിട്ടുള്ളൊരു സംവിധാനം നമ്മൾ ഉറപ്പായിട്ടും. അത് തന്നെയല്ല ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത്, നമുക്ക് ഈ പാർക്കിംഗ് ഏരിയയിലോ അല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് വണ്ടി വരുന്ന വഴികളിലോ എവിടെ വേണമെങ്കിലും നമുക്കിത് പ്ലേസ് ചെയ്യാൻ സാധിക്കും. നമ്മളിതിപ്പോൾ ഇങ്ങനെ ഒരു കുഴിയിൽ അകത്തിറക്കി വെച്ചാൽ കാണിച്ചിരിക്കുന്നത്. ഇത് മുകളിൽ വെച്ച് കാണിച്ചാൽ ഒരു വണ്ടി എൻ്റെ മേളിൽ കയറത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. ഇതിന് ഇനിയിപ്പോൾ അഭിപ്രായങ്ങൾ പലതും വന്നേക്കാം. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ അമെൻഡ് ചെയ്യുന്നു മാത്രം. നമുക്കിത് മേളിൽ നിന്ന് താഴത്തോട്ട് ഇട്ടാലോ? ഉറപ്പായിട്ടും. അതും കൂടി കാണിച്ചു. നമുക്ക് അതുകൂടെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏതാണ്ട് ഒരു വീടിന്റെ ഹൈറ്റ് വെച്ച് പറയുകയാണെങ്കിൽ 24 അടി ഒരു ഡബിൾ ഹൈറ്റിലാണ് നിൽക്കുന്നത്. അത്രയും വലിപ്പത്തിലാണ് നമ്മുടെ പ്രോഡക്റ്റ് കൊണ്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇനി ഇവിടെ വന്നാൽ ശരിയാകത്തില്ല, നമുക്ക് മാറിയേക്കാം. അപ്പോൾ അവിടുന്ന് ഇത് താഴേക്ക് താഴേക്ക് തള്ളിയിട്ട് നോക്കാം. വായോ ദാ ഇതാണ് അവസ്ഥ. ചുറ്റും നോക്കാം നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഒന്നുണ്ട്. നമ്മൾ വീണ്ടിരിക്കുന്ന ഏകദേശം 24 അടി വലിപ്പത്തിൽ നിന്നാണ്. എല്ലാ ഭാഗത്തും നോക്കട്ടെ, എവിടെയെങ്കിലും ഒരു ക്രാക്കോ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉള്ളതായിട്ട് നിലത്തോട്ടൊന്നും തന്നെ സംഭവിക്കില്ല. വീണിട്ടുള്ളതിന്റെ ആ ഒരു പാടോ കാര്യങ്ങളോ മണ്ണോ അതുപോലത്തെ അതല്ലാതെ വേറെ ഒരു പ്രശ്നം ഇതിനകത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് എല്ലാ സൈഡിലും നോക്കാം. ദാ ഇങ്ങോട്ട് വായോ, നോക്കിക്കോ. ഇത് ആർക്കും ചെയ്യാം. ഇത് കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുള്ള ഈ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് വന്ന് പതിച്ചിട്ടുള്ളത്. യെസ് അതിവിടെയാണ് വന്ന് വീണിരിക്കുന്നത് കേട്ടോ. ഇവിടം കുത്തിയാണ് വീണിരിക്കുന്നത് ഈ ഏരിയ. ഇവിടെ നോക്കിയാലും കൃത്യമായിട്ട് മനസ്സിലാവും എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത്. ശരിക്കും ഇവിടെ ഉണ്ട് ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടുള്ളത്. ഇതാണ് അവസ്ഥ. ആ കോർലുകളല്ലാതെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഇതാണ് ഈ ടാങ്കിൻ്റെ പ്രത്യേകത അല്ലേ? നമ്മളെപ്പോഴും പറയുന്ന ഒരു സാധനമുണ്ട്, ഏതൊരു സാധനം ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ക്വാളിറ്റി. പിന്നെ നോർമലി നമ്മളൊരാൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും കൃത്യമായിട്ടുള്ള സാധനം തിരഞ്ഞെടുക്കുന്നത് അവരുടെ വീടിൻ്റെ ഇതിൻ്റെ അനുസരിച്ച് അംഗങ്ങളുടെയൊക്കെ അംഗസംഖ്യ അനുസരിച്ച് എടുക്കുക. ഇനി ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ നെറ്റ്വർക്ക് സർവീസ് ആൻഡ് നെറ്റ്വർക്ക് പറഞ്ഞോട്ടെ. സർവീസ് നമുക്കൊരു 2000-ഓളം ഡീലേഴ്സ് നമുക്കുണ്ട്. ഓൾ കേരള. അപ്പോൾ അത് നിങ്ങൾ ഓർഡർ തരുന്ന പക്ഷേ എത്രയും പെട്ടെന്ന് നമുക്ക് കസ്റ്റമറിലേക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. ഇതിൽ പുതിയ ഡീലേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ എൻക്വയറി നമ്മൾ ക്ഷണിക്കുകയാണ്. നമ്മൾ നോക്കിയിട്ട് നമുക്ക് ഇല്ലാത്ത ഏരിയയിൽ പുതിയ ഡീലർഷിപ്പും കൊടുക്കാൻ നമ്മൾ താല്പര്യപ്പെടുന്നുണ്ട്. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിലെ തന്നെ സെപ്റ്റി ടാങ്കിൽ ഗ്യാരണ്ടി കൊടുക്കുന്ന ഒരേ ഒരു പ്രോഡക്റ്റാണ്. ഞാനൊരു കാര്യം ഇതിനിടയ്ക്ക് പറയാം. എൻ്റെ ഒരു സബ്സ്ക്രൈബറും ഞാൻ വീട് കൺസൾട്ട് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ മാന്നാറുള്ള അഭിലാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ. അഭിലാഷ് നമ്മുടെ വീഡിയോ മുന്നത്തെ നമ്മുടെ സെൽസറിൻ്റെ വാട്ടർ ടാങ്കിൻ്റെ വീഡിയോ കണ്ടിട്ട് അഭിലാഷ് ഒരു ഡീലറെ വിളിച്ച് അതിനുശേഷം പുള്ളിയുടെ കയ്യിൽ നിന്ന് കറക്റ്റായിട്ടുള്ളൊരു സാധനം കിട്ടായിരുന്നപ്പോൾ ഞാൻ നമ്മുടെ സുബിൻ്റെ നമ്പർ കൊടുത്തു. അദ്ദേഹം വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ച് പ്രോഡക്റ്റ് അഭിലാഷിൻ്റെ വീട്ടിലെത്തി. ഭയങ്കര ഹാപ്പിയാണ് പുള്ളി. ഞാൻ കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വീടാണ്. അപ്പോൾ ഒരു കുറച്ച് കസ്റ്റമേഴ്സ് അതിനെക്കുറിച്ച് പുള്ളി എടുത്തു വെച്ചതിന് ശേഷം പറഞ്ഞ അഭിപ്രായമാണ് ഞാനിപ്പോൾ ഇവിടെ രേഖപ്പെടുത്തിയത്. ഇത് നോർമലി ഒരു സാധാരണക്കാരൻ്റെ ഒരു എന്താ പറയുക ഫീഡ്ബാക്കാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എവിടെ എത്തിച്ചു കൊടുക്കാം, എവിടെയായാലും കേരളത്തിൽ എവിടെയും നമുക്ക് സാധനം ഡെലിവറി കൊടുക്കാൻ പറ്റും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതാണ് വീഡിയോ. ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടോ, നിങ്ങൾക്ക് നേരിട്ട് ഇവരെ വിളിക്കാവുന്നതാണ്. ചേട്ടാ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നെ താങ്ക് യു. വളരെ സന്തോഷം. കേരളത്തിലെ എല്ലാ ജനങ്ങളും
ഈ ഒരു സെപ്റ്റിക് ടാങ്കിനെ കുറിച്ചൊരു ബോധവാന്മാരാവട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയും കൂടെയുണ്ട്. തീർച്ചയായും. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. പ്രധാനമായിട്ടും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിഞ്ഞതിന് ശേഷം എടുക്കുക എന്നുള്ളതാണ് പ്രധാന സംഗതി. ഒറ്റ കാര്യമുള്ളൂ, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. മറ്റൊരു മികച്ച വീഡിയോ ഞാൻ വീണ്ടും അതുവരെ അജയ് ശങ്കർ സൈനിങ് ഓഫ്, ഡോക്ടർ ഇന്റീരിയർ.